الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله وصفيه من خلقه وأمينه على وحيه صلى الله عليه وعلى آله الطيبين وأصحابه المجاهدين وأتباعه الغر المحجلين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മനുഷ്യന്റെ പ്രത്യേകതയാണ് അവൻ ഒരു മാതൃകയെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ നിയോഗിച്ചത്. കേവലം കിതാബുകൾ അവതരിപ്പിക്കാതെ നമുക്ക് മാതൃകകളായി, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന മാതൃകകളായി അല്ലാഹു തആല അമ്പിയാക്കളെ പറഞ്ഞയച്ചു. അതുപോലെ അമ്പിയാക്കളുടെ കൂടെ അവരുടെ മാർഗദർശനം ഉൾക്കൊണ്ട് സുന്നത്ത് ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന അവരുടെ സഹാബത്തിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. ഇത് അല്ലാഹുവിന്റെ ഒരു നിഅമത്താണ്. അള്ളാഹുവിന്റെ റസൂലിനോട് വരെ മുൻഗാമികളായ ധാരാളം അമ്പിയാക്കളുടെ ചരിത്രം എടുത്തു പറഞ്ഞതിന് ശേഷം സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടുള്ളവരാകുന്നു അവർ, അതുകൊണ്ട് അവരുടെ മാർഗം നീ മാതൃകയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അഹ്ലുൽ കിതാബിനോട് അള്ളാഹു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞത് അവരുടെ ബാത്തിലിന് മറുപടി കൊടുത്തതിന് ശേഷം സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും ഈമാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അവർ സന്മാർഗത്തിലായിരുന്നു. അപ്പോൾ മാതൃകയായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള അമ്പിയാക്കളെയും അവരുടെ സാലിഹ്യങ്ങളായ അനുയായികളെയും അവരെ അടുത്തറിയുക, അവരുടെ മഹത്വം മനസ്സിലാക്കുക, അവരെ പിന്തുടരാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് പരലോകത്ത് വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ മാർഗം. ഇങ്ങനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു മഹദിയാണ്, വിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാതൃകയായിട്ടുള്ള ഒരു മഹദിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരുടെ മഹത്വത്തെക്കുറിച്ച് ധാരാളം ഹദീസുകളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, അവരുടെ ചരിത്രം നമ്മൾ അടുത്തറിയണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ശരിയായ മാതൃക നമുക്കില്ലെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാതൃകയാണ് ഇങ്ങനെയുള്ള മഹദികളായ വനിതകൾ. അവരുടെ ചരിത്രം പഠിച്ചില്ലെങ്കിൽ സ്ത്രീകളും അല്ലാത്തവരുമൊക്കെ ആരെയാണ് പിന്നെ പിന്തുടരുക? അവർക്ക് പകരം സമൂഹത്തിൽ ആരെയാണോ ആദരിക്കുന്നത്, ആരെക്കുറിച്ചാണോ ആളുകൾ സംസാരിക്കുന്നത്, ആർക്കാണോ പ്രശസ്തിയുള്ളത്, അവരെ ആയിരിക്കും പിന്തുടരുക. അങ്ങനെയുള്ള മാതൃകകളായി പിശാചുക്കൾ പലരെയും ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇവരാണ് സ്ത്രീകൾക്ക് മാതൃക, ഇവരാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും പ്രതീകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഫാസിഖത്തുകളായിട്ടുള്ള, അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു വിലയുമില്ലാത്ത ശപിക്കപ്പെട്ടവരായ പല സ്ത്രീകളെയും ഇങ്ങനെ മാതൃകകളാക്കി മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കൾ ഉയർത്തിക്കൊണ്ടുവരും. അവരെയൊന്നും പിന്തുടർന്ന് പഴിച്ചു പോകാതിരിക്കാൻ ശരിയായ മാതൃകകളെ, യഥാർത്ഥ ഇസ്ലാമിന്റെ നായകന്മാരായ സ്ത്രീ പുരുഷന്മാരെ നമ്മൾ അറിയൽ അത്യാവശ്യമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വം നിരവധി ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലു ആയിഷ അലൻ നിസാ, സ്ത്രീകൾക്കുമേൽ ആയിഷയുടെ സ്ഥാനം, മറ്റു സ്ത്രീകൾക്കിടയിൽ അവർക്കുള്ള സ്ഥാനം കഫദ്ലി സരീദി അലാ സായിരി തആം, അറബികൾ ഇഷ്ടപ്പെട്ടിരുന്ന ഇറച്ചി കൊണ്ടുള്ള ഒരു വിഭവമാണ് ഫരീദ്. മറ്റു ഭക്ഷണങ്ങൾക്ക് ഫരീദ്, മറ്റു ഭക്ഷണങ്ങൾക്കില്ലാത്ത മഹത്വം ഫരീദിനുള്ളത് പോലെയാണ്. ഭക്ഷണ വിഭവങ്ങൾക്കിടയിൽ ഫരീദിന്റെ സ്ഥാനം പോലെയാണ് മറ്റു സ്ത്രീകൾക്കിടയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സ്ഥാനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുത്തോട് ചോദിച്ചു, മൻ അഹബ്ബുൻ നാസി ഇലൈക്, ജനങ്ങളിൽ താങ്കൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ആയിഷയെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുകയുണ്ടായി.
സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം അറിയപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുന്ന ദിവസം നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു. അവരിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉള്ള ദിവസം സഹാബത്ത് പ്രത്യേകം ഹദിയകൾ കൊടുത്തേക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്. ഈ വിഷയം മറ്റ് ഭാര്യമാരറിഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി ഈ വിഷയം ചർച്ച ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പതിവ് അവസാനിപ്പിക്കണം, സഹാബത്തിനോട് പറയണം, എല്ലാവരുടെ വീട്ടിലേക്കും ഹദിയകൾ കൊടുത്തേക്കാൻ വേണ്ടി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ സലമ ലാ തുദീനി ഫി ആയിഷ, ആയിഷയുടെ വിഷയത്തിൽ നീ എന്നെ ഉപദ്രവിക്കരുത്. ഫഇന്നഹു വല്ലാഹി മാ നസല അലയ്യൽ വഹ്യു വഅന ഫീ ലിഹാഫി ഇംറഅത്തിൻ മിൻകുന്ന ഗൈരിഹാ, അല്ലാഹുവാണേ സത്യം, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെയും അടുത്ത് അവളുടെ വിരിപ്പിലായിരിക്കുന്ന സമയത്ത് എനിക്ക് വഹി ഇറങ്ങിയിട്ടില്ല ആയിഷയുടേതൊഴിച്ച്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ അവരുടെ വീട്ടിൽ അവരുടെ വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ കലാം അവതരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് തന്നെ മതി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വമായി. അവരുടെ പരിശുദ്ധി, അവരുടെ ഈമാൻ, അവരുടെ തഖ്വ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. രഹസ്യവും പരസ്യവും അറിയുന്ന എല്ലാ വിവരങ്ങളുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വീട്ടിൽ വെച്ച് പവിത്രമായ ആ മുറിയിലേക്ക് അല്ലാഹു വഹി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആയിഷയുടെ കൂടെ സഹവസിക്കുന്നത്, അവരുടെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായി തന്റെ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. ഇത് നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് 50 വയസ്സിന് ശേഷമാണ്. ആ പ്രായത്തിലും തന്റെ ഭാര്യയോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടിപ്പിക്കുമായിരുന്നു. ഇത് ഉലമാക്കൾ പറയുന്ന കാര്യമാണ്. ഹലാലായ സ്നേഹമാണ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ളത്. അള്ളാഹുവിന്റെ ആയത്താണ്, അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, അത് പ്രകടിപ്പിക്കേണ്ടതാണ്. പ്രായം എത്രയായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭാവമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുമായിരുന്നു. അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നി ലഅഅലമു ഇദാ കുൻതി അന്നി റാദിയതൻ വഇദാ കുൻതി അന്നി ഗദ്ബ, നീ എന്നോട് ഇഷ്ടത്തിലാണോ ദേഷ്യത്തിലാണോ എന്ന് എനിക്കറിയാൻ സാധിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. ഖാലത് വകൈഫ യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻതി അന്നി റാദിയതൻ ഖുൽതി ലാ വറബ്ബി മുഹമ്മദ്, നീ എന്നെ കുറിച്ച് തൃപ്തിയിലാണെങ്കിൽ, ഇഷ്ടത്തിലാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോ വറബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബാണ് സത്യം എന്നാണ് പറയുക, വല്ലാഹി എന്നത് പറയേണ്ട സന്ദർഭത്തിൽ. വഇദാ കുൻതി അന്നി ഗൾബ, എന്നോട് ദേശത്തിലാണെങ്കിൽ നീ പറയുക ഖുൽതി ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്നാണ് സത്യം ചെയ്ത് പറയുക. അത് കേട്ടാൽ എനിക്ക് മനസ്സിലാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, തന്റെ ഭാര്യയുടെ വികാരങ്ങൾ എന്താണ്, അവളുടെ അവസ്ഥ എന്താണ്, മാനസികാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ ഉത്തരവാദിത്തങ്ങളും നേതൃത്വവും വഹയി ജനങ്ങളെ പഠിപ്പിക്കുന്ന ആ ഗൗരവമുള്ള സ്ഥാനവും അതൊന്നും കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള സ്നേഹമുള്ള ഒരു ഭർത്താവാകാൻ അവിടുന്ന് തടസ്സമായിരുന്നില്ല. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അജൽ വല്ലാഹി മാ അഹ്ജുറു ഇല്ല ഇസ്മക്, അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങയുടെ നാമമല്ലാതെ പേരല്ലാതെ ഹജർ ചെയ്യുകയില്ല, അഥവാ പേര് ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ ഞാൻ ദേഷ്യം കാണിക്കുകയില്ല എന്ന് അവർ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയെ തന്റെ പിറകിലിരുത്തി ആയുധം കൊണ്ട് അഭ്യാസം കാണിച്ചുകൊണ്ടിരുന്ന ഹബശികളുടെ ആ അഭ്യാസം കാണിച്ചു കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അവരെ ആയിഷ റളിയല്ലാഹു അൻഹയെ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി തന്റെ പിറകിൽ നിർത്തിക്കൊണ്ട് കൊണ്ടുപോയി അവരുടെ കളി അഭ്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറെ സമയം നിന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി നമുക്ക് മതിയാക്കിയാലോ, മടങ്ങിയാലോ? അവർ പറഞ്ഞു പോരാ. അങ്ങനെ കുറെ സമയം വീണ്ടും അവിടെ നിന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിച്ചില്ല, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറഞ്ഞു, വമാ ബി ഹുബ്ബൻ നദരി ഇലൈഹിം, ഇവരുടെ ഈ അഭ്യാസം കാണാൻ വേണ്ടി ഞാൻ നിന്നതല്ല, വലാകിൻ അഹ്ബബ്തു അൻ യബ്ലുഗ അൻ-നിസാഅ മഖാമഹു ലീ വമകാനി മിൻഹു, ഞാൻ എന്തിനാണ് അവിടെ തന്നെ കുറെ സമയം ചെലവഴിച്ചത്? മറ്റുള്ള സ്ത്രീകൾ അറിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി കാത്തുനിന്നതും എന്റെ സ്ഥാനവും അവരറിയാൻ വേണ്ടിയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം സ്നേഹവും താഴ്മയും ആയിഷ റളിയല്ലാഹു അൻഹയോട് കാണിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകിയിട്ടുള്ള മുബാറക്കത്തായ സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ
ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ. അവരുടെ ബറക്കത്തിൽപ്പെട്ടതാണ് തയമ്മുമിന്റെ ആയത്ത്. നമുക്കറിയാം, നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇക്കാലം വരെ ഇനിയും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ തയമ്മും ചെയ്യും. പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ രോഗികൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത, വെള്ളം കിട്ടാത്ത സന്ദർഭങ്ങളിലൊക്കെ തയമ്മും ചെയ്യാം എന്നത് നമുക്കറിയാവുന്നതാണ്. ഈ നിയമം, തയമ്മും എന്നുള്ള ആ ഇളവ് ലഭിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ആയിഷ റളിയല്ലാഹു അൻഹ വഴി ഒരു ഖൈർ കിട്ടിയവരാണ്, ഉപകാരമുണ്ടായവരാണ്. ഈ സംഭവം ഹദീസുകളിൽ കാണാം. ഒരു യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്ക് യാത്രയിൽ അല്പസമയം തങ്ങേണ്ടി വന്നു. ആ മാല, സ്വർണ്ണാഭരണം തെരഞ്ഞു നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. രാത്രി നേരം വൈകി അവരുറങ്ങി. പിറ്റേ ദിവസം ഫജ്റായ സമയത്ത് വുളു എടുക്കാൻ വെള്ളമില്ല. അവരവിടെ കുടുങ്ങി നിൽക്കുകയാണ്, പരിസരത്തൊന്നും വെള്ളമില്ല. ആ സമയത്ത് ഈ ആയത്തിറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല തയമ്മുമിനെ കുറിച്ചുള്ള ആയത്തിറക്കി. ഈ സംഭവത്തെ കുറിച്ച് ഉസൈദ് ഇബ്നു ഹുവൈർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറഞ്ഞു, മാ ഹാദാ ബിഅവ്വലി ബറകതികും യാ ആല അബീ ബക്കർ. അബൂബക്കറിന്റെ കുടുംബമേ, ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ധാരാളം ഖൈറുണ്ടായിട്ടുള്ള കുടുംബമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. ഈ സംഭവം അറിഞ്ഞ സമയത്ത് പിറ്റേ ദിവസം ആയത്തിറങ്ങിയിട്ടുണ്ട്, തയമ്മും അല്ലാഹു അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയുകയും ചെയ്തു. അതോടൊപ്പം രാവിലെ യാത്രക്കൊരുങ്ങി വാഹനം പുറപ്പെട്ടപ്പോ ആ വാഹനത്തിനടിയിൽ നിന്ന് ആഭരണം കിട്ടുകയും ചെയ്തു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം തലേ ദിവസം ദേശത്തിലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് അടിക്കാനോങ്ങി എന്നൊക്കെ ഹദീസിൽ കാണാം. ആ സമയത്ത് ഈ വിവരം അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലദീ അലിംതു യാ ബുനയ്യ, എന്റെ മോളെ, അല്ലാഹുവിനാണ് സ്തുതി. വൽഹംദുലില്ലാഹി അല്ലദീ അലിംതു യാ ബുനയ്യ അന്നകി മുബാറക, നീ മുബാറകത്താണ്, ബറക്കത്തുള്ള ഒരു സ്ത്രീയാണ് എന്ന് അറിയിച്ചു തന്നതിന് അല്ലാഹുവിന് സ്തുതി. മാദാ ജഅലല്ലാഹു ലിൽ മുസ്ലിമീന ഫീ ഹബ്സിക ഇയ്യാഹും മിനൽ ബറകതി വൽ യുസ്ർ, അല്ലാഹു നിന്റെ കാരണം കൊണ്ട്, നീ തടഞ്ഞു വെച്ചതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്തു ഖൈറും ബറക്കത്തുമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. സ്ത്രീകൾ ദീൻ പഠിക്കുന്നത്, ഇൽമു പഠിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മര്യാദകൾ പാലിച്ചുകൊണ്ട്, അവരുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ല. ആളുകളുടെ മുന്നിൽ തന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കുന്നത് ജാഹിലിയത്താണ്. നേരെ മറിച്ച് അവർക്ക് നിർഭയത്വമുള്ള ഇസ്ലാമികമായ ഹിജാബ് പാലിച്ചുകൊണ്ട് ഇൽമു പഠിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലത്തീഫൻ ഖബീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിളിച്ച് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകളും ഹദീസുകളും നിങ്ങൾ ഓർത്ത് പഠിച്ചുകൊള്ളുക എന്ന് അല്ലാഹു തആല അവരോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. സ്ത്രീകൾ പഠിക്കണം. അവർക്ക് അവരുടെ അഭിമാനത്തിന് ഭംഗം വരാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ അതിനുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഇൽമു പഠിച്ച് മറ്റു പുരുഷന്മാരായ സഹാബത്തിനെ വരെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇക്കാര്യത്തിൽ അവർ മാതൃകയല്ലേ? നമ്മുടെ സ്ത്രീകൾ ഇക്കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? അവർക്ക് ഇതിനുള്ള സൗകര്യം, ദീൻ പഠിക്കാനുള്ള സുരക്ഷിതമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ ആലോചിച്ചു നോക്കണം. സഹാബത്തിന്റെ ഭാര്യമാർ, സ്ത്രീകൾ ദീൻ പഠിക്കുന്ന കാര്യത്തിൽ മത്സരിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അശ്കല അലൈനാ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്തു ഫസഅൽനാ ആയിഷ ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമാ. ഞങ്ങൾക്ക്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് സംശയമുണ്ടായാൽ ഞങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. ആ ഹദീസിനെ കുറിച്ചുള്ള ഒരു ഇൽമ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് കിട്ടാതിരുന്നിട്ടില്ല എന്ന് അബൂ മൂസ അൽ-അശ്അരി എന്ന് പറയുന്ന പുരുഷനായ പണ്ഡിതനാണ് പറയുന്നത്. സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു, ആലിമായിരുന്നു അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഇതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥാനം, ദീനിലുള്ള ഇൽമ്. സമൂഹത്തിൽ നിന്ന് പല ആളുകളുമുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, പഠിക്കണം എന്ന് പറഞ്ഞ് അവരെ ജാഹിലിയ കാലത്ത് അന്നത്തെ സ്ത്രീകൾ ഇറങ്ങിയത് പോലെ ഇറങ്ങി നടക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് എന്താണ് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു ഓഫീസിൽ അവിടെ കയറി നിറങ്ങുന്നവർക്കൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഏതെങ്കിലും പ്യൂണോ ക്ലർക്കോ ആയിട്ട് അവിടെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണോ വേണ്ടത്? അല്ല. അള്ളാഹുവിന്റെ ശറഇനെ കുറിച്ച് ഇൽമുള്ള, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ശരിയായ അഖീദ അറിയുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഖ് അറിയുന്ന സ്ത്രീകളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവകാശം. അതാണ് സ്ത്രീകൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹയെ സഹാബത്ത് ആദരിക്കുമായിരുന്നു. അവരെ കുറ്റം പറയുന്നത് അവർക്ക് സഹിക്കുമായിരുന്നില്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയെ എന്തോ ആക്ഷേപിച്ചു, കുറ്റം പറഞ്ഞു. അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞു, ഉഗ്റുബ് മഖ്ബൂഹൻ, വൃത്തികെട്ടവനെ, നീ എന്റെ മുന്നിൽ ഇറങ്ങിപ്പോയിക്കൊള്ളുക. അതുദീനി,
ഫി ഹബീബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ഭാര്യ അവരെ നീ ഉപദ്രവിക്കുകയാണോ എന്ന് അമർ ഇബ്നു യാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംസാരത്തെ കുറിച്ച് പറയുകയാണ്. അവർ വളരെ സാഹിത്യപരമായി സംസാരിക്കുന്ന, വളരെ ഫസീഹായി, വളരെ ആകർഷണീയമായി സംസാരിക്കുന്നവരായിരുന്നു. സ്ത്രീകളോടായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മര്യാദയോടെയായിരിക്കും സംസാരിക്കുക. എന്തായിരുന്നാലും അവരുടെ സംസാരം വളരെയധികം സാഹിത്യ ഭംഗിയുള്ളതായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയേണ്ടതുണ്ട്, ജാഹിലിയ കാലത്ത് എഴുത്തും വായനയും അറിഞ്ഞിരുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാമഹൻ, വല്യുപ്പയായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൽ നിന്ന് അബൂ സുഫിയാനിൽ നിന്ന് മുആവിയയും റളിയല്ലാഹു അൻഹുമ എഴുത്ത് പഠിച്ചിരുന്നു. അങ്ങനെ വഹയിന്റെ എഴുത്തുകാരനായിരുന്ന അറിവുള്ള മനുഷ്യനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്ന അംഗീകാരമാണ്, വല്ലാഹി മാ സമിഅതു ഖത്തു അബ്ലഗ മിൻ ആയിഷ ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷയേക്കാൾ സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടില്ല, ആണും പെണ്ണുമായിട്ട്. ഗൈറ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒഴികെ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? അഫ്സഹുൽ അറബ്, അറബികളാണ് ഏറ്റവും സാഹിത്യപരമായി സംസാരിക്കുന്നവർ, ഏറ്റവും നല്ല ഭാഷ അറബിയാണ്. ആ അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ, ഏറ്റവും നല്ല നാവുള്ള, ഏറ്റവും നല്ല സംസാരിക്കുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഭംഗിയായി സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹുമ പറയുന്നത്. സഹോദരങ്ങളെ, ഇതെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വമാണ്. അവരുടെ സ്ഥാനം മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉമ്മയാണ്, അവർക്കെയാണ് നമ്മുടെ പെൺമക്കൾക്ക് മാതൃക. അവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുന്ന വീടുകളാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, അവിടെ നിന്ന് ഇതുപോലെ മാതൃകയായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും മാതൃകയാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വഖാതമിൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരുടെ മഹത്വത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ചും സ്വഹാബത്ത് അവരെ ബഹുമാനിച്ചിരുന്നതിനെ കുറിച്ചും അവരിലൂടെ നമുക്കുണ്ടായിട്ടുള്ള ഖൈറിനെയും ബർക്കത്തിനെയും കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന നിരവധി സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ്. ഒന്ന്, കൈയയച്ച് സഹായിക്കാനുള്ള, ചെലവഴിക്കാനുള്ള സന്നദ്ധത, ഔദാര്യശീലം. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വിനയം. ഈ 2 സ്വഭാവങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പല ആളുകളും പറയുന്നത് പോലെ ഒരു ചെറിയ പെൺകുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച് പീഡിപ്പിക്കുകയായിരുന്നെങ്കിൽ, നഊദു ബില്ലാഹ്, അങ്ങനെ പറയുന്ന ആളുകൾ അല്ലാഹു നശിപ്പിക്കട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോടുകൂടി എന്താകുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ? അവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിയാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആരോപണം പറയുന്ന യുക്തിവാദി, അവന്റെ ഭാര്യ ചിലപ്പോ ചെറുപ്പത്തിൽ ആ യുക്തിവാദി മരിച്ചുപോയാൽ കണ്ടവന്റെ കൂടെ പോയെന്ന് വരും. അല്ലെങ്കിൽ അവൻ മരിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കും, അവൾ അവളുടെ വഴി നോക്കി പോകും. അവന്റെ ആദർശം പിന്തുടർന്ന് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അവരെന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? ദീർഘമായ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പിന്നീടും ജീവിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിപ്പിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്തായിരുന്നു എന്ന് സ്ത്രീകൾക്കിടയിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അവരുടെ ജീവിതത്തിൽ ഈ 2 സ്വഭാവങ്ങൾ കാണാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരണാധികാരിയായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം 1,00,000 ദിർഹം ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ചു. അന്ന് വൈകുന്നേരമായപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ 1,00,000 ദിർഹം വിതരണം ചെയ്ത് തീർത്തു. അങ്ങനെ വൈകുന്നേരമായപ്പോ അവരുടെ ഖാദിമത്ത്, വേലക്കാരിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞു, ലൗ ഇശ്തറൈത ലനാ മിൻഹാ ബിദിർഹമിൻ ലഹ്മൻ, 1 ദിർഹമിന്, 1,00,000-ൽ നിന്ന് 1 ദിർഹം എടുത്തു വെച്ച് ഇറച്ചി വാങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലാ ഖുൽതി ലീ, എന്നോട് പറയാമായിരുന്നില്ലേ? അവർ മറന്നുപോയതാണ്. 1,00,000 കിട്ടിയപ്പോ ആ 1,00,000 സ്വതക്ക ചെയ്ത് കളഞ്ഞു ഒരു ദിവസം കൊണ്ട്. അതാ റഹിമഹുല്ലാഹ് താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ ഒരു മാല, ഒരു ആഭരണം ആയിഷ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. അതും 1,00,000 വിലമതിക്കുന്നതാണ്. 1,00,000 ദീനാറോ ദിർഹമോ ആയിരിക്കാം. അത്രയും വിലയുള്ള ഈ സ്വർണ്ണമാല കിട്ടിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് ചെയ്തത്? ഫഖസ്സമത്ഹാ ബൈന ഉമ്മഹാത്തിൽ മുഅ്മിനീൻ,
ഉമ്മഹാത്തുൽ മുഅ്മിനീനായ തന്റെ സഹഭാര്യമാർക്കിടയിൽ, റസൂലിന്റെ മറ്റു ഭാര്യമാർക്കിടയിൽ സാധാരണ അസൂയ ഉണ്ടാകുന്ന ബന്ധമാണ്. അവർക്കിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ആ മാലയുടെ വില 1,00,000 അത് വിതരണം ചെയ്തു. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്, സഹോദരി പുത്രനാണ് ഉർവ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ഇന്ന ആയിഷ തസദ്ദഖത് ബി70,000 വഇന്നഹാ ലതുറക്കിഉ ജാനിബ ദിർഇഹാ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ 70,000 ദിർഹം സദഖ ചെയ്തു. ആ സമയത്ത് അവരുടെ വസ്ത്രം, ദിർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഹിജാബിനകത്ത് ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രമാണ്, ആ ദിർ അവർ തുന്നിക്കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കീറിയ ആ വസ്ത്രം തുന്നി അങ്ങനെയാണത് ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്താണ് 70,000 സദഖ ചെയ്തത്. ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റഹിമഹുല്ലാ, അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. അദ്ദേഹവും ഒരിക്കൽ 1,00,000 ദിർഹം ആയിഷ റളിയല്ലാഹു അൻഹക്ക് കൊടുത്തയച്ചു. തങ്ങളുടെ ഉമ്മയാണ് ഭരണാധികാരിയായ രാജാക്കന്മാരും ഗവർണർമാരുമായിട്ടുള്ള ആളുകളാണ് അവരുടെ മക്കളുടെ സ്ഥാനത്തിരിക്കുന്നത്. ഇങ്ങനെ പലരും സമ്പത്ത് കൊടുത്തയക്കും. ഇബ്നു സുബൈറിന്റെ അടുത്തു നിന്ന് 1,00,000 ദിർഹം അവരുടെ കയ്യിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, അവരുടെ അടിമയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചിട്ട് സദഖ ചെയ്യാൻ ഏൽപ്പിച്ചു. അങ്ങനെ സദഖ ചെയ്തു. അന്ന് വൈകുന്നേരമായപ്പോൾ അവർ പറഞ്ഞു, ഹാത്തി യാ ജാരിയ ഫുതൂരി, എന്റെ ഫുതൂർ, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരൂ. നോമ്പ് നോറ്റിരിക്കുകയാണ്, സുന്നത്ത് നോമ്പായിരിക്കും. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഫുതൂർ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ അമസ്തതഅതി അൻ തശ്തരി ലനാ ലഹ്മൻ ബിദിർഹം. ഒരു ദിർഹമിന് ഇറച്ചി വാങ്ങാമായിരുന്നില്ലേ? ഒന്നുമില്ല നോമ്പ് തുറക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തുഅന്നിഫീനി, നീ എന്നെ കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്. ലൗ അദ്കർതീനി ലഫഅൽത്, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു എന്നവർ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ ജൂദ്, ഔദാര്യം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ദാരിദ്ര്യം അത് അനുഭവിച്ചുകൊണ്ട്, സമ്പത്തില്ലാത്തതിന്റെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് ഉള്ള സമ്പത്ത് സദഖ ചെയ്യുമായിരുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതപ്പാടെ പിന്തുടർന്നവരായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ അവരുടെ സ്വഭാവ ഗുണം, പ്രസക്തമായ പ്രധാനമായ അവരുടെ ജീവിതത്തിൽ ഏറ്റവും തെളിഞ്ഞു കാണുന്ന ഗുണമാണ് തവാദു. അങ്ങേയറ്റത്തെ വിനയമുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. മനുഷ്യരായ സ്ത്രീകളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറയാവുന്ന മഹദികളുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഈ സ്ഥാനം ആയിഷ റളിയല്ലാഹു അൻഹയെ അഹങ്കാരിയാക്കിയില്ല. അവർ അങ്ങേയറ്റത്തെ വിനയം കാണിച്ചിരുന്നു. മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാൻ അനുവാദം ചോദിച്ചു. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, തന്റെ സഹോദരി പുത്രനായ അബ്ദുല്ലാഹ്, അദ്ദേഹം അടുക്കൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹാദ ഇബ്നു അബ്ബാസ് യസ്തഅദിൻ, ഇദാ ഇബ്നു അബ്ബാസ് അനുവാദം ചോദിക്കുന്നുണ്ട് താങ്കളുടെ അടുത്ത് വരാൻ, ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. ഖാലത്ത്, അവർ പറഞ്ഞു, ദഅനി മിൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിനെയും എന്നെ, ഇബ്നു അബ്ബാസിന്റെ കാര്യത്തിൽ എന്നെ നീ വിട്ടേക്കുക, അദ്ദേഹത്തെ കാണേണ്ടതില്ല. ലാ ഹാജത ലി ബിഹി വലാ ബി തസ്കിയതിഹി, അവനെയോ അവന്റെ തസ്കിയയോ എനിക്ക് ആവശ്യമില്ല, അവൻ എന്നെ പുകഴ്ത്തുന്നതിൽ കാര്യമില്ല. അഥവാ സാധാരണ യോഗിയായി കിടക്കുന്ന ആളുടെ അടുത്ത്, പ്രത്യേകിച്ച് മരണാസന്നനായ ആളുടെ അടുത്ത് വരുന്ന സന്ദർശകന്മാർ എന്തു ചെയ്യും? അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് സമാധാനിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, സമാധാനമായിട്ട് മരിക്കാം എന്ന അർത്ഥത്തിൽ. അങ്ങനെയുള്ള ഇബ്നു അബ്ബാസിന്റെ പുകഴ്ത്തൽ, പ്രശംസ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഖാല അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, യാ ഉമ്മ ഇന്ന ഇബ്നു അബ്ബാസ് മിൻ സാലിഹി ബനീക്, എന്റെ ഉമ്മ, ഇബ്നു അബ്ബാസ് താങ്കളുടെ സാലിഹായ ഒരു മകനാണ്, അഥവാ താങ്കളുടെ മകന്റെ സ്ഥാനത്തുള്ളയാളാണ്, സാലിഹായ മനുഷ്യനാണ്. യുവദ്ദിഉകി വയുസല്ലിമു അലൈക്, അദ്ദേഹം വരുന്നത് എന്തിനാണ്? ഉമ്മയായ താങ്കളെ സലാം പറഞ്ഞ് പിരിയാൻ വേണ്ടിയാണ്, യാത്രയയക്കാൻ വേണ്ടിയാണ്, അഥവാ മരിച്ചു പോവുകയാണ്, ദുനിയാവിൽ നിന്ന് യാത്രയയക്കാൻ വേണ്ടിയാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഅദൻ ലഹു ഇൻ ശിഅത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അനുവാദം കൊടുത്തേക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ഇരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അബ്ശിരി, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫവല്ലാഹി മാ ബൈനകി വബൈന അൻ തുഫാരിഖി കുല്ല നസബിൻ വതൽഖി മുഹമ്മദൻ വൽ അഹിബ്ബ, താങ്കൾ ഈ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പോവുകയാണ്. മുഹമ്മദിനെയും കൂട്ടുകാരെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹാബത്തായ താങ്കളുടെ മാതാപിതാക്കൾ അടക്കമുള്ള മഹാന്മാരെയും കണ്ടുമുട്ടാൻ എന്തുമാത്രം മതി? ഇല്ല അൻ തുഫാരിഖ റൂഹുകി ജസദകി, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയേണ്ട താമസമേയുള്ളൂ. സ്വർഗമുറപ്പാണ്. സ്വർഗത്തിൽ കാലുകുത്തിയ ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. സ്വർഗമുറപ്പ് കിട്ടിയിട്ടുള്ള ആളാണ്, യാതൊരു സംശയവുമില്ല. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരിക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് മരിച്ചാൽ മതിയല്ലോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പല മഹത്വങ്ങളും എടുത്ത് പറയാൻ തുടങ്ങി.
ഇത് ചെയ്യാവുന്ന കാര്യമാണ്, സലഫുകൾ ചെയ്തിട്ടുള്ളതാണ്. മരിക്കാൻ കിടക്കുന്ന ആളുകൾ അടുത്തുപോയി അവരെ ആശ്വസിപ്പിക്കുകയും പ്രതീക്ഷയുണ്ടാക്കുന്ന സംസാരം നടത്തുകയും ചെയ്യണം. അവരുടെ സൽക്കർമ്മങ്ങൾ ഓർമ്മിപ്പിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയോടുകൂടി മരണപ്പെടണം എന്നത് സലഫുകളുടെ മര്യാദയിൽപ്പെട്ടതാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. ഈ ഹദീസ് അതിന് തെളിവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നിങ്ങളായിരുന്നുവല്ലോ. വലം യകുൻ യുഹിബ്ബു ഇല്ലാ തയ്യിബ, നല്ലതിനെ അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സ്നേഹിക്കുകയില്ലല്ലോ. അതുപോലെ തന്നെ തയമ്മുമിന്റെ ആയത്തിറങ്ങിയതിനെ കുറിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ടുണ്ടായ ബറക്കത്തുകളെ കുറിച്ച്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവരെടുത്തു പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞു. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ ആരോപണം നമുക്കറിയാം. ആ ആരോപണം നിഷേധിച്ചുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ അവതരിപ്പിച്ചു. ആ സംഭവം പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാസ്ബഹ ലൈസ മസ്ജിദുൻ യുദ്കറു ഫീഹി ഇസ്മുല്ലാഹ്, അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന ഒരു പള്ളിയുമില്ല, ഇല്ലാ ബറാഅതുകി തുത്ലാ ഫീഹി ആനാ അൽ-ലൈലി വൻ-നഹാർ, നിങ്ങൾ പരിശുദ്ധയാണ്, പ്രതിവ്രതയാണ് എന്ന കാര്യം പറയുന്ന ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടാത്തതായി ഭൂമിയിൽ ഒരു പള്ളിയുമില്ലല്ലോ എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ പ്രശംസയൊക്കെ കേട്ടപ്പോൾ, പ്രശംസ അനുവദനീയമായ സന്ദർഭമാണിത്, മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ദഅനി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നെ നീ വെറുതെ വിടുക, ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമില്ല. ഫവല്ലാഹി വദിത്തു അന്നി കുൻതു നസ്യം മൻസിയ, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ആളുകൾ മറന്നുപോയിരുന്നെങ്കിൽ, അഥവാ ഒന്നുമല്ലാതെ നശിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ്. ഹിസാബാണ് പേടിക്കുന്നത്, ഒന്നുമല്ലാതെ ഇല്ലാതായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇപ്പോൾ ഇതായിരുന്നു അവരുടെ വിനയം. നേരത്തെ നമ്മൾ കണ്ട അവരുടെ ഔദാര്യത്തിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ സ്വഭാവ ഗുണങ്ങളൊക്കെയാണ് ഈ മഹാന്മാരുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ഇത്തിബാഅ് ചെയ്ത് സിദ്ഖോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവരുടെ മാർഗത്തിൽ ജീവിച്ച് ആ മാർഗത്തിൽ ഉറച്ചു നിന്ന് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. أقول ما سمعتم وأستغفر الله العظيم لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.